പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദങ്ങൾ പൊളിയുന്നു. ഉത്സവകാലത്തും GST വരുമാനം കുതിച്ചില്ല. ഒക്ടോബറിലെ വരുമാന വർധനവ് 9,000 കോടി രൂപ മാത്രം. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വലിയ വരുമാന വർധനവ് ഉണ്ടാകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ രാജ്യവ്യാപകമായി പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച വരുമാനത്തിലേക്ക് GST വരുമാനം എത്തിയിട്ടില്ല എന്നാണോ ഇപ്പോൾ കണക്കുകൾ പറയുന്നത്? മനു, ഓഗസ്റ്റ് 15-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകപക്ഷീയമായി GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇതിന് പിന്നാലെ രാജ്യത്തിനകത്ത് GST പരിഷ്കരണത്തിലൂടെ നികുതി വരുമാനത്തിലടക്കം വലിയ വർധനവ് ഉണ്ടാകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെയും അവകാശവാദം. എന്നാൽ ഉത്സവകാലമായിട്ട് കൂടി, പ്രത്യേകിച്ചും ദീപാവലി ഉത്സവകാലത്ത് ഒക്ടോബറിലെ GST വരുമാനം അത് മുൻ വർഷത്തേക്കാൾ 4.6% മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലടക്കം 9% രാജ്യത്തിനകത്തെ ആകെ GST വരുമാനത്തിലെ വർധനവ് എന്ന് പറയുന്നത്. ഈ വർധനവാണ് ഒക്ടോബർ മാസത്തിൽ മാത്രം 4.6% എന്നുള്ള വർധനവിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വർധനവ് ചൂണ്ടിക്കാണിക്കുന്നത് 9,000 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഉത്സവ സീസൺ അവസാനിച്ചതുകൂടി GST വരുമാനത്തിൽ രാജ്യത്തിനകത്ത് കൂടുതൽ ഇടിവുണ്ടാകാനാണ് സാധ്യത എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തിനകത്ത് 375 ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വെട്ടിക്കുറക്കുകയും അതോടൊപ്പം വരുമാനം കൂടുമെന്നുള്ളൊരു അവകാശവാദം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിനകത്ത് GST വരുമാനത്തിൽ വൻ ഇടിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നാണ്യ ശേഖരത്തിലടക്കം വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. 61,000 കോടി രൂപയുടെ നഷ്ടമാണ് ഒക്ടോബർ മാസം 24-ാം തീയതി വരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് RBI അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അവകാശവാദങ്ങൾ പൊളിയുകയാണ്. നേരത്തെ തന്നെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു കണക്ക് എടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയോ ചെയ്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനങ്ങൾക്ക് കൂടി വലിയ തിരിച്ചടിയാകുന്ന രീതിയിൽ GST പരിഷ്കരണം 2 സ്ലാബുകളിലേക്കാക്കി പരിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ പൊളിയുകയാണ്. ഒക്ടോബർ മാസം ദീപാവലി ആഘോഷമായിട്ടിരുന്നു കൂടിയും 9,000 കോടി രൂപയുടെ വർധനവ് മാത്രമാണ് GST വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത്.